സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാനായിട്ട് പോകുന്ന ഗരീന ഫ്രീ ഫയർ മാക്സ് ആണ്. സോ ഗൈസ്, അപ്പോൾ ഗരീന ഫ്രീ ഫയർ മാക്സിൽ നമ്മളൊരു BR റാങ്ക്ഡ് മാച്ച് സോളോ ആയിട്ട് കളിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിനെക്കാട്ടും മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ആ ലൈക്കോട്ടനെ അടിച്ച് പൊട്ടിച്ചേക്കാൻ നിങ്ങൾ മറക്കില്ല കേസൊക്കെ. നിങ്ങൾ ആരും ലൈക്ക് അടിക്കുന്നില്ല കേസൊക്കെ, നിങ്ങൾ ആരും ലൈക്ക് അടിക്കുന്നില്ല. ഞാൻ ലൈക്കൊക്കെ നോക്കുമ്പോൾ ലൈക്ക് വളരെ കുറവാണ് കേസൊക്കെ. നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചേക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഞാൻ ഇപ്പോൾ BR സോളോ ആണ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങളാണിപ്പോൾ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാരിലോട്ടേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ല കേസൊക്കെ. നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കില്ല. നിങ്ങൾക്കാണെങ്കിൽ ഫ്രീ ഫയറിൽ അടുത്ത് എന്ത് ചാലഞ്ചസ് വല്ലതും ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് പറഞ്ഞായി ഞാൻ വേണമെങ്കിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് ഫസ്റ്റ് ഗൺ ചാലഞ്ച് അങ്ങനത്തെയൊക്കെ. സോ ഗേസ്, ഇപ്പോഴാണ് ഇതേ നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ആവാനായിട്ട് പോവുകയാണ്. സോ ഗേസ്, അപ്പോൾ നമ്മളാണ് പ്ലെയിനിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റീരിയ മാപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇറങ്ങാനായിട്ടൊരു വിചാരിച്ചേക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാപ്പിൽ നോക്കിയിട്ട് പറയാം. നമുക്കൊരു ഈ ഒരു സ്ഥലത്ത് ഇറങ്ങാം യൂസുക്ക്. ഈ ഒരു സ്ഥലത്ത് ഇറങ്ങാം. ഇവിടെയാണ് M4M ഡ്രീ കിട്ടും യൂസുക്ക്. M4M ഡ്രീ കിട്ടും. സോ ഗീസ്, അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് പോയിട്ട് നേരെ ഇനി ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഞാൻ നമുക്ക് M4M ഡ്രീക്ക് വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, അത് റീ ആണ് കറക്റ്റ്. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ട്രിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരുത്തൻ റീ എടുക്കാനേ ആദ്യം പോയി, പക്ഷെ അവൻ എത്തിയില്ല. നമ്മളിത്തിരി വൈകി പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു. സോ ഗൈസ്, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് കിട്ടൂല എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി കൂടി പുറകോട്ടേക്ക് പോയി. അത് ആ സെൻറ്റർ നടക്കാണ്. എന്തായിരുന്നു ബ്ലൂ ആ സാധനം, എന്തായിരുന്നു ഗൈസ് ആ സാധനം മുകളിലുള്ള ഇതൊരു ബ്ലൂ സംഭവം. അതിൻ്റെ പേരെന്തായിരുന്നു ഗൈസ്, എന്തോ ഒരു സംഭവമാണ്. ഇപ്പോഴാണെങ്കിൽ അവിടെ ആർസനൽ കീയും കാര്യങ്ങളുണ്ടാകും. നമുക്കെല്ലാം ഇവിടെ നിന്ന് തന്നെ ലൂട്ട് അടിച്ചിട്ട് പോവാം. എനിക്കാണിപ്പോൾ MB40 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെന്തൊരു സംഭവം? സോ ഈ സീൻ്റെ ഇത് വെച്ചിട്ട് എന്താ സംഭവം എന്നും കൂടി എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ എനിക്കാണെങ്കിൽ കുറച്ച് ലാൻഡ്മേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ലാൻഡ്മേഴ്സ് എനിമീസിന് വേണ്ടി ഇവിടെ വച്ചേക്കാം. എനിമീസാണെങ്കിൽ ലാൻഡ്മേ എടുത്തോളും. നമുക്കാണെങ്കിൽ M4M ഡ്രീ കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും M4M കിട്ടിയിട്ടുണ്ട് കേസൊക്കെ. സോ കേസ്, അപ്പോൾ നമ്മളാണെങ്കിൽ നേരെ ഇനി എനിമീസിന് തപ്പാനായിട്ട് പോണേ. ഒരുത്തനാണ് ആ എടുക്കാൻ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ. സോ ഈ അപ്പോൾ നമുക്ക് ചെന്നോ ആരെങ്കിലും എടുത്തേണ്ടോന്ന് അറിയാലോ. സോ ഈ ഏതൊരുത്തൻ എടുത്തിട്ട് പോയിട്ടുണ്ട്. അവൻ എവിടെയാണെന്ന് കൂടി എനിക്കറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഞാൻ വെടിവെച്ചൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ശബ്ദമൊക്കെ, പക്ഷെ അവന് കാണുന്നില്ല, അതാണ് സത്യം. സോ ഗേസ്, അപ്പോൾ ഇവിടെയാണെങ്കിൽ അവൻ്റെ ഒരു പൊടി കൊടുക്കുക കാണുന്നില്ല ഗേസൊക്കെ. അങ്ങനത്തെ നമ്മുടെ മാപ്പിൽ ഞാൻ കണ്ടിട്ടാ. ഓക്കെ, മാപ്പിൽ അവനെ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കെന്നാലും ഓടിച്ചെന്ന് അവൻ്റെ അടുത്തോട്ടേക്ക് പോവാം. നമുക്ക് സ്പീഡിൽ പോകുന്ന ക്യാരക്ടറായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. സോ ഗീസ്, നമ്മളാണ് M4M വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ നാട്ടുകാർ ഓടി പറഞ്ഞ വണ്ടിക്ക് തീ പിടിച്ചാണ് ഗീസൊക്കെ. അവൻ വണ്ടിക്ക് തീ വെച്ചാണ്. അവൻ എവിടെയാണ് ഗീസ്? വണ്ടിക്കൊക്കെ തീ വെക്കാറവനായോ? അവൻ എവിടെയാണ് ഗീസൊക്കെ? അവനെയാണ് ഈ മാപ്പിൽ കാണിക്കുന്നത് തൊട്ടടുത്തുണ്ടെന്നാണ്. അമ്പട കള്ളാപ്പി, നീ എവിടെയാടാ ഗൈസ്? ഓക്കെ, എനിക്കാണെങ്കിൽ അവനെ കിട്ടിയായിരുന്നു. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടിയോന്ന് വെച്ചാൽ അവൻ്റെ സൈഡിൽ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ റഷ് ചെയ്ത് പോകുന്നില്ല, ഒരു ടാക്ടിക്സ് മൂവാണ് എടുക്കുന്നത്. ഇങ്ങനെ ചെന്നിട്ട് അടിക്കാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെയാണെങ്കിൽ കുറച്ച് തലക്കെട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ബാക്കിയാണെങ്കിൽ അവന് ഇത്തിരി ബോധം വന്നപ്പോഴത്തേക്കും അവൻ നമ്മൾ അടിക്കാനായിട്ട് ശ്രമിച്ച്, എന്നാലും നമ്മൾ അടിച്ചിട്ട് കേസൊക്കെ. അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു മെഡ് അടിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ കയ്യിലാണെങ്കിൽ അത്യാവശ്യം കുറച്ച് ലൈഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സോ കേസ്, അപ്പോൾ നമ്മൾ ആരാ കേസ് അടിക്കുന്ന കേട്ടോ? ഇവിടെ നിന്ന് ഇപ്പോഴും ആരാ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ആരാ അടിക്കുന്നുണ്ട് കേട്ടോ. സോ കേസ്, നമ്മൾ MB40 മാറ്റി ഒരു MB5 എടുത്ത്, M4M മാറ്റി 94 എടുത്ത്, പിന്നെ ഇവിടെ വന്ന് ഈ എനിമീനെയും കൂടി തീർക്കാൻ കേസൊക്കെ. ഇവിടെ എന്താ ഒരു എനിമി ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഓക്കെ, നമ്മളാണെങ്കിൽ അവനൊരു കുത്തിപ്പിടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അവൻ്റെ MB5ൻ്റെ പെവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഗേസ്, അപ്പോൾ ഇവിടെയാണ് എനിക്കിപ്പോൾ കിട്ടിയാണ് 2 എനിമീസാണ്. സോ ഗേസ്, അപ്പോൾ നമ്മളാണ് ഇവന്മാരനെ എന്തായാലും കൊന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് ഇവിടെയാണ് എനിമീസിനൊന്നും കണ്ടില്ലായിരുന്നു, നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഗേസ്, അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഒരു റിപ്പയർ കിറ്റ് അടിച്ച് നേരെ സിബ് ലൈനിൽ കൂടെ വിടാണ്. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു, എന്തോ സെൻറ്ററാണ് കേസ്. ഓക്കെ,
ഇൻ്റലക്ട് സെൻറ്റർ കേസ്. ഇൻ്റലക്ട് സെൻറ്ററിൽ നിന്ന് നമ്മൾ 2 കില്ല അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതെന്തായിരുന്നു സംഭവം? ഈ സംഭവത്തിൽ നിന്ന് നമുക്കാണെങ്കിൽ ലൂട്ടടിക്കാം. നമുക്കാണ് ഇഷ്ടംമാതിരി കോയിൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാണ് ഈ കോയിനൊക്കെ വെച്ച് നോക്കാം എന്തൊക്കെ ഉണ്ട് താനോ ഒക്കെ നോക്കാം കേസ്. ഓക്കെ, നമുക്കാണെങ്കിൽ നല്ല ഐറ്റങ്ങളെന്ന് പറയാണെങ്കിൽ ഒന്നും ഇല്ല, അതാണ് കാര്യം. ഓക്കെ, സോ ഗൈസ് അപ്പോൾ ഇവിടെ UAV ഉണ്ടായിരുന്നല്ലോ, അയ്യോ നൈസായിട്ട് അത് പോയി. ഇപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ അത് എടുക്കാനായിട്ട് ഇപ്പോൾ പൈസ ഇല്ല. പക്ഷേ എനിമീനെ നമ്മളൊരു മാപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് അപ്പോൾ ഇവിടെ ഉള്ള ഒരു എനിമീനെ നമ്മൾ കിണ്ണം കാച്ചൊരു 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്. 94 വെച്ച് എങ്ങനെയാണ് 1 ടാപ്പ് അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല. ഇത്തിരി ഡാമേജ് കൊടുത്തപ്പോഴത്തേക്കും ആൾ ചത്തുണ്ടായിരുന്നു. ഇനിയാണെങ്കിൽ നമ്മൾ നേരെ ഒരു ഗ്രനേഡ് ഇട്ടിട്ടുണ്ട്. ഒരു എനിമി അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ആ എനിമിക്ക് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നേരെ ഞാൻ എനിമീനെ പിടിക്കാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിമീനെ പിടിക്കുന്നതിനെക്കാട്ടും മുമ്പ് നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അടിച്ചങ്ങോട്ട് ഓടിച്ചേക്കാൻ മറക്കില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എനിമി ഉണ്ടെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ആൾ കാണുന്നില്ല. ആളെവിടെ പോയി ഒളിച്ചൊന്നും കൂടി എനിക്കറിയില്ല. ആൾ രക്ഷപ്പെട്ടോ, അതേ പോകുന്നു ഗൈസ്, ദേ പോകുന്നു കേട്ടോ ആൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ ആളിനെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ തന്നെ MP5 വെച്ച് ഹെഡ് കൊടുത്ത് ആളിനെ തീർത്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് ഇപ്പോൾ നമുക്കാണെങ്കിൽ ടോട്ടലി പറയുകയാണെങ്കിൽ 4 കില്ലാണ് അടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കാണെങ്കിൽ ഇനി അടുത്ത ഫൈറ്റിലോട്ടേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ ഇവിടെയാണെങ്കിൽ വേറൊരുത്തനുണ്ട്. അവനെയാണെങ്കിൽ നമ്മൾ ഇത്തിരി ഡാമേജ് കൊടുക്കാൻ നോക്കിയെങ്കിലും അവന് ഡാമേജ് ഒന്നും കിട്ടിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ഇതേ ഒരു MP5 വെച്ച് വീണ്ടും ഒരു ഹെഡ് അടിച്ച്. ഈ MP5 ഏതാ മോനെ ലെവല്. നമുക്കാണെങ്കിൽ നമ്മളെ UMP കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. UMP കിട്ടിയ പെവറായനെ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ 5 കില്ലാണ് അടിച്ചിരിക്കുന്നത്. സോ ഗൈസ് അപ്പോൾ നമുക്കാണെങ്കിൽ ഇനിയൊരു UMP കിട്ടണം ഗൈസ്. ഓക്കെ, UMP കിട്ടണം, എന്നാലാണ് പെവറാവുക, ഉഷാറാവുക. ഓക്കെ, അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു സംഭവം ഡ്രോപ്പ് വന്ന് നമുക്കൊരു SVD കിട്ടി. SVD എടുക്കാൻ ഗൈസ്. SVDയിൽ നമ്മൾ പണ്ടേ പുലിയാണ്. ഓക്കെ, നമ്മളൊരു ലോഞ്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോഞ്ചർ വെച്ച് പോവാണ്. ഇവിടെ അധികം എനിമീസൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ എനിമീസ് ഉണ്ടോയെന്ന് അറിയാൻ നോക്കുകയാണ്. ഇനി 18 ആൾക്കാർ അലൈവ് ആണ്. നമ്മളും കൂടി നോക്കുവാണെങ്കിൽ നമ്മൾ ഒഴിച്ച് നോക്കുവാണെങ്കിൽ 17 ആൾക്കാർ അലൈവ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. സോ ഗൈസ് അപ്പോൾ നമ്മളാണ് ഇവിടെ എനിമീസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ഇതിൻ്റെ മുകളിൽ എനിമീസ് വരാനാണ് സാധ്യത കൂടുതൽ. നമ്മളാണ് ഈ മുകളിൽ നിന്നൊക്കെ ചെന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല ഗൈസ്, മരണമൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ എന്തൊരു UAV സെറ്റാക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ UAV സെറ്റാക്കാനായിട്ട് ഞാൻ വെൻഡിങ് മെഷീനിൽ ചെന്ന് നോക്കുകയാണ്. ഒരു വെസ്റ്റ് ലെവൽ 4 എടുത്തപ്പോഴത്തേക്കും നമ്മുടെ പൈസ ഒക്കെ തീർന്നു. ഹോമറുടെ സ്കില്ലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി ഹോമറുടെ സ്കില്ല് ഇട്ടേക്കാം. എനിമീസിൻ്റെ അടുത്തോട്ടേക്ക് നമുക്ക് ചെല്ലാം ഗൈസ്. എന്തായാലും എനിമീസിന് ഇനി ഹോമർ തീർത്തോളും. ഓക്കെ ഗൈസ്, അപ്പോൾ ആ ക്യാരക്ടർ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ അവിടെ വല്ല എനിമീസ് ഉണ്ടെന്ന് തോന്നണേ. ഒരു ഡാമേജും കണ്ട് കൊടുത്തായിരുന്നു. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ആണ് ചെന്നത് കേട്ടോ. നമ്മളിപ്പോൾ എനിമിയുടെ തൊട്ടടുത്തുണ്ട്. സോ ഗൈസ് ഇവിടെ ഒരു എനിമി ഉണ്ട് കേട്ടോ, അതേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവനെയാണ് ഞാൻ ഒരു 1 ടാപ്പ് തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ SVDയിൽ ഏതാ മോനെ സെറ്റ്. സോ ഗൈസ് അപ്പോൾ SVDയിൽ നമ്മൾ കിണ്ണം കച്ച് മാസൊക്കെ കാണിച്ച് പോകുമ്പോഴാണ് അവിടെ ഒരു എനിമി ഉണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ എനിമീനെ പിടിക്കാനായിട്ട് പോവാണ് ഇനി. സോ ഗൈസ് അപ്പോൾ ആ എനിമി എന്ന് പറയുന്നത് ഇവിടെ ആൾ പോവാട്ടോ. അപ്പോൾ അവനെ പിടിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും എൻ്റെ മോനെ ഇന്ന ഡാമേജാടാ, ഇജാത് ഡാമേജ് ഗൈസ്. ഇജാത് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇജാത് ഡാമേജാണ് അവൻ തന്നെ. ഓക്കെ ഗൈസ്, അവനെ നമ്മളെന്തായാലും ഉറപ്പായിട്ടും വിടില്ല. ഓക്കെ, അവനെ തീർക്കാനായിട്ട് നമ്മൾ ഇവിടേക്ക് വന്നതും കുത്തിപ്പിടിച്ച് അവനെ തീർത്തിട്ടുണ്ടായിരുന്നു. സോ ഗീസ് അവൻ്റെ എന്തോ ഒരു സ്കൈലർ സ്കില്ലായിരുന്നു. സോ ഈ സ്കൈലറുടെ സ്കില്ലൊക്കെ നമുക്കാണ് വിട്ടേക്ക് ഇപ്പോൾ തന്നെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ കണ്ട ഒരു എനിമി ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എനിമീനെ പിടിക്കാനായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കിട്ടുമോ നോക്കാം. സോ ഗൈസ് ദേ ഒരു കൊച്ചോടിപ്പോന്നു, ഇങ്ങോട്ടേക്കാ കൊച്ചോടിപ്പോന്നേ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്കൊരു 8 കില്ല് അടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഏതെങ്കിലും ഒരു കാട്ടുവാഴ ഉണ്ടാവാൻ സാധ്യത ചാൻസസ് 70%. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു, പക്ഷെ ഇവിടെ എനിമീസിനെ കണ്ടില്ല. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമുക്കാണിപ്പോൾ 10 ഗ്ലൂവാളൊക്കെ, എൻ്റെ മോനെ എന്തോ ഒരു ഗ്ലൂവാളാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിൽ കയറാനായിട്ട് പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കാണെങ്കിൽ കയറിയിട്ട് ഇനി മാസം കാണിക്കാമെന്ന് കരുതിയതായിരുന്നു, പക്ഷെ കയറാനായിട്ട് പറ്റില്ല. സോ ഗൈസ് അപ്പോൾ ഇവിടെ ഇനി അടുത്ത എനിമീസൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ആ സ്ഥലത്തോട്ടേക്ക് സിബ്ബയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. സോ ഗൈസ് അവരെന്തായാലും നമ്മൾ സോളോ മാച്ച് കളിക്കുന്നുണ്ട്, റിവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഗൈസ് അപ്പോൾ നമ്മുടെ കയ്യിൽ സെറ്റപ്പ് ഗൺസാണ് ഉള്ളത്. ഓക്കെ, നമ്മുടെ യൂമ്പില്ലാത്ത എൻ്റെ ഒരു കുഞ്ഞ് സങ്കടമുണ്ട്.
യൂമ്പി ഉണ്ടായിരുന്നെങ്കിൽ പെവറാക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളാണ് സേഫ് സോൺ അവസാനം നമുക്ക് കിട്ടിയിട്ടുണ്ട് എവിടെയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകേണ്ടതായിട്ട് വരും. ഒക്കെയാണ് ഇവിടെ ഇപ്പോൾ ലൂട്ട് ഒക്കെയാണ്. ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ. എല്ലാവന്മാരും ഓടിപ്പോയോ? ഇവിടെ ഒരുത്തനെ കണ്ടായിരുന്നല്ലോ. സോ ഗീസ് ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു കാട്ടുവാഴ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നമുക്കാണെങ്കിൽ ലാൻഡ് മേസ് കിട്ടുകൊണ്ട് പോകാം. ദേ ഇപ്പോൾ കാണിക്കുന്ന ഒരു കാട്ടുവാഴ അവിടെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളാണെങ്കിൽ അവനെ പിടിക്കാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഓക്കെ, നമുക്കാണെങ്കിൽ അങ്ങോട്ടേക്ക് സ്പീഡിൽ പോവാം ഗീസ്. സ്പീഡിൽ പോവാം. ഓക്കെ, അവനെന്തായാലും നമുക്ക് പിടിക്കണം കേട്ടോ. അവനെന്തായാലും ഉറപ്പായിട്ടും പിടിക്കണം. ഓക്കെ, അവൻ്റെ ഇവിടെ ഇരിക്കുമ്പോൾ അവനെ കാണുന്നില്ല ഗീസ്. ആ ബിൽഡിങ്ങിലാണെന്ന് തോന്നുന്നു, ആ ഒരു വീട്ടിലാണെന്ന് തോന്നുന്നു. ചെക്കനെ പിടിക്കാൻ നമ്മളാണെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് പോകുന്നുണ്ട്. ഓക്കെ, ആളിനെ കിട്ടിയാൽ നമ്മളപ്പം അടിച്ചിടും. ഓക്കെ, ഈ സേഫ് സോണിൻ്റെ ഇവിടെയാണ് ചെക്കൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഈ വീട്ടിൽ നോക്കാം കേസ്. ഓക്കെ, ഈ വീട്ടിലായിരിക്കും ഉണ്ടാവാൻ ചാൻസസ്. ഇതേ നോക്ക് ചെക്കൻ കേസ്. ഓക്കെ, അവിടെ ചെക്കൻ ഉണ്ടായിരുന്നു. നമുക്കാണ് കേസ് ഇവിടെ ദേ അവൻ ഇരിക്കുന്നത്. അവനെയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ സ്കില്ലൊക്കെ വച്ചേക്കുന്നത് കേസ്. ചെക്കൻ എന്തോ സ്കില്ല് വച്ചേക്കുന്നത്. നമ്മളാണ് ഇനി ഇതേ ആ ചെക്കൻ്റെ നല്ല ലൂട്ടായിരുന്നു. UAV ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം അടിച്ചിട്ട് പോവുകയാണ്. എല്ലാം ഉണ്ട് കേസ്. ഓക്കെ, നമുക്കിപ്പോൾ എല്ലാം ഉണ്ട്. ഇനിയാണ് ഇതെന്താ സ്കില്ല് കേസ്? ഇതെന്താ സ്കില്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാനാണ് ഈ സ്കില്ലൊന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കധികം പിടിയില്ല. പിന്നെയാണ് എനിക്കിനി അറ്റ് ലാസ്റ്റ് ഇപ്പം എല്ലാം തീരാറായി. ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കളയാണ്. കോയിൻ ഇരിക്കട്ടെ കേസ്. ഓക്കെ, അപ്പോൾ നമ്മളാണ് ഇതേ എനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആളിതേ അവിടെ ഉണ്ട്. അവനെ പിടിക്കാനായിട്ട് നമ്മളിനി പോവാട്ടോ ഗൈസ്. അപ്പോൾ അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ തീർക്കുക എന്നുള്ള രീതിയാണ്. അവിടെ ഇപ്പോൾ ഒരാളാണുള്ളത്. അവരെ തമ്മിൽ അടികൂടി ചത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരുത്തനെ കാണാനായിട്ട് പറ്റുന്നില്ല. കാണെങ്കിൽ സ്പീഡ് യൂസ് ചെയ്ത് സൈഡ് വഴി പോവുക. അവനെ പറ്റിക്കാനായിട്ട് ഒരു ഗ്ലൂ വാൾ ഇവിടെയൊക്കെ ഇട്ട് വച്ചേക്കാം. അവനാണെങ്കിൽ ഈ സൈഡ് വഴി വരുന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ആളിനെ ദേ ഇരിക്കുന്നു. ചെക്കനെ ഞാനിവിടെ എത്തി. ഈ കുത്തി പിടിച്ച് അവനെ കൊന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബൂയി അടിച്ചിട്ടുണ്ട് ഗീസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗീസ്, അപ്പോൾ വീഡിയോ അധികം ലോങ് ആയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.